സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേജ് ഫിയർ ആണോ അതല്ല പീപ്പിൾ ഫിയർ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് ഒരു മുന്നിൽ കസേരയൊക്കെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു സ്റ്റേജിൽ എല്ലാവർക്കും കയറാം, എല്ലാവർക്കും കയറിയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ആ ഒഴിഞ്ഞ കസേരകളിൽ ആളുകൾ എത്തുമ്പോഴാണ് ആൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയർ അല്ല, എന്താണ്, പീപ്പിൾ ഫിയർ ആണ്. അപ്പോൾ ആളുകളെയാണ് പേടി, സ്റ്റേജിനെയാണ് പേടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകളെയാണ് പേടി എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് സംസാരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ മതി. അതിന് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അപരിചിതരോട് സംസാരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പിലുള്ള ആളുകൾ മിക്കപ്പോഴും അപരിചിതരായിരിക്കും. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ അപരിചിതരെ കയറി അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെ പോയിട്ട് പിന്നെ ഇതാക്കുക എന്നുള്ളതല്ല. അവരോടൊന്ന് ചിരിക്കുക, അവരോടൊന്ന് സംസാരിക്കുക, അവരൊന്ന് കയ്യിലെടുക്കുക. ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ട്രെയിനിങ്ങോ സ്പീക്കിങ്ങോ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ മുമ്പിലിരിക്കുന്ന ഭൂരിപക്ഷം വരുന്ന അപരിചിതരായിട്ടുള്ള ആളുകളെ നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ അപരിചിതരെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെയിലി ലൈഫിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുമ്പിലിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും കയ്യിലെടുക്കാനുള്ള ചളിപ്പ് നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് പോയി കിട്ടും.